ബജറ്റ് പ്രഖ്യാപനങ്ങൾക്കൊപ്പം തന്നെ ചർച്ചയാകുന്നതാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ധരിക്കുന്ന സാരികളും. ഓരോ ബജറ്റ് അവതരണത്തിനും വ്യത്യസ്ത ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന സാരിയാണ് ധനമന്ത്രി തെരഞ്ഞെടുക്കാറ്. തമിഴ്നാടിന്റെ നെയ്ത്തു പാരമ്പര്യത്തെ ആദരിക്കാൻ കാഞ്ചീപുരം സാരി ധരിച്ചാണ് ഇത്തവണ ധനമന്ത്രി പാർലമെന്റിലെത്തിയത്. കളർ കാഞ്ചീപുരം സാരി ധരിച്ചാണ് ധനമന്ത്രി ഇത്തവണ ബജറ്റ് അവതരിപ്പിക്കാനെത്തിയത്. സ്വർണ്ണ നിറത്തിലുള്ള ചെക്കുകളും കോഫി ബ്രൗൺ കസവുകളുമുള്ള സാരിക്കായി മഞ്ഞ ബ്ലൗസാണ് ധനമന്ത്രി തെരഞ്ഞെടുത്തത്. തമിഴ്നാടിന്റെ പുരാതനമായ നെയ്ത്ത് പാരമ്പര്യത്തെ ആദരിക്കുന്നതിന്റെ ഭാഗമായിരുന്നു ഇത്. തമിഴ്നാട്ടുകാരിയായി നിർമ്മലാ സീതാരാമൻ തമിഴ്നാടിന്റെ തനത് കാഞ്ചീപുരം സാരിയിലെത്തിയതും കൗതുകമായി. ഇന്ത്യൻ കൈത്തറി സാരികളെടുത്താണ് ഇതിനു മുൻപുള്ള 8 ബജറ്റുകളും നിർമ്മല അവതരിപ്പിച്ചത്. സർക്കാരിന്റെ വോക്കൽ ഫോർ ലോക്കൽ ക്യാമ്പയിനിൽ ഉൾപ്പെട്ട പരമ്പരാഗത തുണിത്തരങ്ങളെയും കരകൗശല തൊഴിലാളികളെയും ആഗോള ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിത്. കഴിഞ്ഞ വർഷം ബീഹാറിലെ മധുബനി സാരിയായിരുന്നു നിർമ്മലാ സീതാരാമൻ ധരിച്ചിരുന്നത്. ഓഫ് വൈറ്റ് കൈത്തറി സിൽക്ക് സാരിയും മത്സ്യത്തിന്റെ മാതൃകയിൽ എംബ്രോയിഡറി വർക്കും ഗോൾഡൻ ബോർഡറുമാണ് സാരിയിൽ ഉണ്ടായിരുന്നത്. 2024 ജൂലൈയിൽ അവതരിപ്പിച്ചത് ആന്ധ്രയിൽ നിന്നുള്ള വെള്ള നിറത്തിലുള്ള മംഗൾഗിരി സാരി ധരിച്ചാണ്. പശ്ചിമ ബംഗാളിനോടുള്ള ആദര സൂചകമായി നീല ടസാർക്ക് സിൽക്ക് സാരി ധരിച്ചാണ് 2024 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഇടക്കാല ബജറ്റ് ധനമന്ത്രി അവതരിപ്പിക്കാനെത്തിയത്. 2023 കസൂട്ടി നൂൽ കൊണ്ട് നിർമ്മിച്ച ചുവപ്പ് സാരി തെരഞ്ഞെടുത്തു. 2022 ഒഡീഷയിലെ ബ്രൗൺ നിറത്തിലുള്ള ബോംകെ സാരിയും 2021 തെലങ്കാനയിലെ പോച്ചപ്പുള്ളി ഇക്കത്ത് സാരിയും 2020 മഞ്ഞ നിറത്തിലുള്ള സിൽക്ക് സാരിയുമാണ് നിർമ്മലാ സീതാരാമൻ ധരിച്ചത്. 2019 ആദ്യ ബജറ്റ് അവതരണത്തിന് സ്വർണ്ണ ബോർഡറുള്ള ലളിതമായ പിങ്ക് മംഗൾഗിരി സാരിയാണ് നിർമ്മല തെരഞ്ഞെടുത്തത്. രാജ്യത്തിന്റെ പൈതൃകത്തെയും സംസ്കാരത്തെയും പ്രതിനിധീകരിക്കുന്ന ആശയങ്ങൾ ഉൾപ്പെടുത്തിയ സാരികളാണ് കഴിഞ്ഞ 9 വർഷവും മന്ത്രി ധരിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.